യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. ദിവസത്തിൽ ഒന്ന് ഏകാഗ്രതയോട് പ്രാർത്ഥിക്കണേ പോലും നമുക്ക് എന്ത് വേണം? ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച ഒരു സമാധാനവും സന്തോഷവും ഒരു പ്രത്യാശയൊക്കെ വേണം. അപ്പോഴാണ് നമുക്ക് ഏകാഗ്രതയോട് കർത്താവിൻ്റെ സന്ധിയിൽ ചെലവഴിക്കുന്ന സമയം ഒന്ന് എൻജോയ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോഴാണ് ഓരോ കൂട്ടായ്മയും അതൊക്കെ നമുക്കൊരു എൻജോയ്മെൻ്റായി തീരുന്ന. ലോകത്തിൻ്റെ പ്രോഗ്രാം മാറ്റി വെച്ചാലും നമ്മൾ എന്ത് ചെയ്യും? ദൈവസന്ധിയിൽ ഒന്നിച്ച് സഭയായിട്ട് കൂടി കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാനും എൻജോയ്, ബിക്കോസ് ദർ ഈസ് എ ഗ്രേറ്റ് ജോയ് ദേ. അവിടെ ഒരു വലിയ സന്തോഷമുള്ളത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നമ്മൾ സന്തോഷം തരുന്ന വിഷയത്തിൽ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യും? ഏർപ്പെടും. 6-ാമത്തെ വാക്യത്തിൽ പറയുക, ഞാൻ ഈ ജയിലിൽ കിടക്കുമ്പോഴും നിങ്ങളെപ്പറ്റി എല്ലാം ഞാൻ എന്ത് ചെയ്യും? ഓർക്കും, സ്തോത്രം ചെയ്യും. എന്ന് വെച്ചാൽ ഐ താങ്ക് ദ ലോർഡ് ഫോർ യു. നിങ്ങളെ ഫിലിപ്പിയ സഭ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സഭയാണ്. ശ്രേഷ്ഠമേറിയ അല്ലെങ്കിൽ ഉന്നത വിളി അതൊക്കെ ഓർപ്പിക്കുന്ന ഒരു അധ്യായമാണിത്. അതുകൊണ്ട് അവരുടെ ആ വിളി അറിഞ്ഞ് അവർ നിൽക്കുന്നതുകൊണ്ട് വലിയ സന്തോഷം പലപ്പോഴും പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പോൾ അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അത് ഓർത്ത് ഞാൻ എന്ത് ചെയ്യും? ആ ബലം കർത്താവ് തന്നു, നിങ്ങളത് ഏറ്റെടുത്തു, നിങ്ങൾക്കത് തീരുമാനത്തിൽ നിൽക്കുവാൻ കൃപയുണ്ട്. ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. 7-ാമത്തെ വാക്യം വായിച്ചാൽ, എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിപാദത്തിലും സ്വീകരണത്തിലും ഞാൻ എന്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കൊണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ല. ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ, അല്ലെങ്കിൽ എന്നെ ഗവൺമെൻറ് നിയമം, നമ്മുടെ ഇപ്പോഴത്തെ മതപരിവർത്തന ബിൽ ഒക്കെ നിമിത്തം നമുക്ക് കർത്താവിനെ പല സംസ്ഥാനത്തിലും പ്രസംഗിക്കാൻ പറ്റത്തില്ല, പ്രസംഗിച്ചാൽ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ പോലെ അന്ന് ഗവൺമെൻറ് അല്ലെങ്കിൽ പടയാളികൾ ഓരോ വട്ടവും തന്നെ സുവിശേഷം പറയുമ്പോൾ പിടിക്കുകയും, അല്ലെങ്കിൽ ഒരു ദേശത്തിലെ ആൾക്കാരെല്ലാം കൂടെ തന്നോട് എതിർക്കുകയും ചെയ്യുമ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ ആര് നിന്നു? ദേശത്തിലെ സഭ നിന്നു, നല്ല സ്ട്രോങ് ആയിട്ട് നിന്നു. സോ ഇൻ മൈ ഡിഫെൻസ്, പ്രതിവാദത്തിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ സുവിശേഷത്തിൻ്റെ സ്ഥിരീകരണം ഇല്ലേ? അപ്പം സ്ഥിരീകരണത്തിലും നിങ്ങൾ എന്ത് ചെയ്തു? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന വചനം ദേശത്ത്, നിങ്ങളൊക്കെ ഓരോ ദേശത്തല്ലേ ആക്കിയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഓരോ ദേശത്തു നിന്നാണ് നിങ്ങൾ വരുന്നത്. വളരെ ദൂരെ ഡ്രൈവ് ചെയ്താണ് വരുന്നത്. ഒന്നും വ്യർത്ഥമല്ല. വില കൊടുത്ത് പെട്രോളൊക്കെ ഒഴിച്ച് രാവിലെ ഇറങ്ങി ഒരുങ്ങി ഡ്രൈവ് ചെയ്താണ് നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? വരുന്നത്. കാരണം എന്നാ? ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നതാണ് ഓരോ ദേശത്ത്. ആ ദേശത്ത് സുവിശേഷം, നമ്മൾ കേൾക്കുന്ന വചനം, പഠിക്കുന്ന വചനം, ജോലി ചെയ്യുന്ന സ്ഥലത്ത്, താമസിക്കുന്ന ദേശത്ത്, കുടുംബക്കാരുടെ മധ്യത്തിൽ ഈ വചനത്തിനെ സ്ഥിരീകരിക്കേണ്ടത് ആരാ? നമ്മുടെ എല്ലാം റിലേറ്റീവ്സ്. ഞങ്ങളുടെ പല റിലേറ്റീവ്സും വിശ്വാസി വന്നിട്ടില്ല. ഒരു ഫാമിലി ഫംഗ്ഷന് കാണുമ്പോൾ, പല വിഷയത്തിനും നമ്മളോട് ഇടപെടുമ്പോൾ, നമ്മുടെ റിലേറ്റീവ്സ്, വിശ്വാസത്തിൽ വരാത്ത റിലേറ്റീവ്സ് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കൂടെ താമസിക്കുമ്പോൾ, നമ്മൾ അവരുടെ വീട്ടിൽ പോയി അവരുടെ കൂടെ താമസിക്കുമ്പോൾ, അവിടെയൊക്കെ എന്നിൽ കൂടെ ഞാൻ പഠിച്ച വചനം, എൻ്റെ വിളി, ഞാൻ ദൈവസന്ധിയിൽ എടുത്തിരിക്കുന്ന തീരുമാനം അവരത് മനസ്സിലാക്കണം ഇല്ലേ? അവിടെ ഞാൻ എന്തുവാ ചെയ്യുന്നത്? ഞാൻ പഠിച്ച വചനം ഞാൻ ഉറപ്പിക്കുക. ഒരു തെറ്റായ കാര്യത്തിന് ഞാൻ ഏർപ്പെടുത്തുന്ന വിഗ്രഹാർപ്പിതമായിരിക്കും, വേറൊരു ഉത്സവ വിഷയമായിരിക്കും. അതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ പ്രമാണം എന്നെ അനുവദിക്കുന്നില്ലെന്ന് പറയുമ്പോൾ എന്തോ അവിടെ നടക്കുന്നത്? ഞാൻ പഠിച്ച വചനം ഞാൻ അവിടെ സ്ഥിരീകരിക്കുക. വിശുദ്ധിയും വേർപാടിൻ്റെ വിഷയത്തിൽ അവരെന്നെ കാണുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള തീരുമാനം അവരെ കണ്ട് ആരെയാണ് മനസ്സിലാക്കുന്നത്? യേശുവിനെയാണ്. ഈ വചനമാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വചനത്തിൻ്റെ സ്ഥിരീകരണം, ദ കൺഫർമേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, അത് ആരിൽ കൂടെ നടക്കേണ്ടത്? ആരെയാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്? അതിനു വേണ്ടിയാണ്. എന്നിൽ കൂടാണ് എൻ്റെ ദേശത്ത് നടക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫിലിപ്പിയ സഭയെ ഓർത്തു പറയുക, സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും ഡിഫെൻസ്, അതുപോലെ തന്നെ അതിൻ്റെ സ്ഥിരീകരണത്തിലും. നമ്മുടെ ജീവിതത്തിൽ ഈ വചനം ഒന്ന് സ്ഥിരീകരിച്ചാൽ, കൺഫേംഡായി തീർന്നാൽ മാത്രമേ ഒന്ന് അടുത്ത ജനറേഷൻ തലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ അവർ പറയും, അപ്പയുടെയും അമ്മയുടെയും ജീവിതത്തിൽ ഈ തീരുമാനം വല്ലതും ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കേണ്ട സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് നിന്നതെന്നൊക്കെ ഞങ്ങൾക്കറിയാം. വേറെ പുറത്തുള്ള ആൾക്കാരെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ആർക്കറിയാം? അപ്പനും അമ്മയ്ക്കും മക്കൾക്കും സഹോദരങ്ങൾക്കൊക്കെ കൂടുതൽ അറിയാം. അവരെപ്പോഴും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ പ്രസംഗം മാത്രമല്ല, ജീവിതം എങ്ങനെയാണെന്ന് വീട്ടിലുള്ളവർക്ക് അറിയാമെന്ന്. അപ്പം ആദ്യം ഈ മക്കളോട് അല്ലെ സഹോദരങ്ങളോട്
ഈ വചനം അങ്ങോട്ടൊന്ന് ഷെയർ ചെയ്യണമെങ്കിൽ ആദ്യം ഇത് എൻ്റെ ജീവിതത്തിൽ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി കൺഫേംഡ്. അതുണ്ടാകണം, അതായിരിക്കണം എൻ്റെ തീരുമാനം. അങ്ങനൊരു ജീവിതം അവരെന്നിൽ കാണണം, ഇല്ലേ? അല്ലാതെ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെ ബഹുമാനിച്ച് ചിലപ്പോൾ മിണ്ടത്തില്ലെന്നേ ഉള്ളൂ, മനസ്സിൽ പറയും, പിന്നെ ജീവിതത്തിലില്ലാതെ ഭയങ്കര പ്രസംഗമാണ്, പറഞ്ഞു പോകും. അപ്പം നമ്മൾ ഈ തീരുമാനം, എൻ്റെ ജീവിതത്തിലുള്ള ആ ദർശനം ഞാൻ അടുത്ത തലമുറയ്ക്ക്, ടു ദ നെക്സ്റ്റ് അടുത്ത ജനറേഷന് ഞാൻ പാസ് ഓൺ ചെയ്യണമെങ്കിൽ ആദ്യം ആ തീരുമാനം, ആ പ്രതിഷ്ഠയും ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ വില കൊടുക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയുക, മക്കളെ നിങ്ങളെല്ലാം ഭയങ്കരമായിട്ട് പഠിച്ച് ലോകത്തിൽ നിങ്ങൾ ഉന്നതമായ ജോലി നേടണം എന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ വിഷൻ എന്തുവാ? സ്വർഗീയമാണോ? ജോലി വേണം, നല്ല ജോലി കിട്ടണേ, പഠിക്കണം. ആരും ദൈവമക്കൾ പഠിക്കേണ്ടതെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഡോണ്ട് ഗെറ്റ് ദ മെസ്സേജ് റോങ്. അതൊക്കെ എന്തിനാണ്? ഈ ജോലി എന്തിനാണ് ദൈവമക്കളെ? വയറ് നിറയാൻ അല്ലേ? താമസിക്കാൻ ഒരു ഷെൽട്ടർ വേണം, വയറ് നിറയണം, ഇടയ്ക്ക് ഈ ഉടുപ്പൊക്കെ ഒന്ന് പിഞ്ചി പോകുമ്പോൾ അടുത്തൊരു ഉടുപ്പ് വാങ്ങിക്കാൻ. അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നത്? ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ താൽക്കാലിക ഈ ലോക ജീവിതത്തിനാണ്, അത്രയേ ഉള്ളൂ. കുടുംബബന്ധം എന്തുവാ? മനുഷ്യൻ ഏകനായിട്ട് നിൽക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫെലോഷിപ്പാണ്. കൂട്ടായ്മ എന്തിനാണ്? നമ്മൾ എൻകറേജ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു ഫെലോഷിപ്പാണ്. സ്തോത്രം. അല്ലെ, നിത്യമായത് എന്തുവാണ്? ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ആ സ്റ്റാൻഡാണ്, എൻ്റെ ജീവിതമാണ്. ന്യായം വിധിക്കാൻ പോകുന്നത് എൻ്റെ ജീവിതമാണ്. എൻ്റെ പ്രവൃത്തികളുടെ പുസ്തകങ്ങൾ തുറന്ന് കർത്താവ് അന്ന് കണക്ക് ചോദിക്കാൻ പോകുന്നത് ഞാനും കർത്താവുമായിട്ടുള്ള ബന്ധമാണ്, എൻ്റെ ജീവിതമാണ്. ഞാൻ എത്രത്തോളം അനുസരണമുള്ളവരായി തീർന്നു. അപ്പം താൽക്കാലികമായതിന് താൽക്കാലിക പ്രാധാന്യം കൊടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. നിത്യമായതിന് എന്ത് ചെയ്യണം? അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടോ സഹോദരങ്ങളോടോ ലോകത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റ്സും ലോകത്തിൻ്റെ നന്മയും ലോകത്തിൻ്റെ ലക്ഷറിയും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്സ് കൂടണം എന്ന് പറഞ്ഞാൽ ഏത് വിഗ്രഹത്തെ ആരാധിക്കുന്ന, ഏത് മൂർത്തിയെ ആരാധിക്കുന്ന, ഇവർ 18-ാം പടി കയറുകയും ഇവർ ഈ മലകൾ കയറുകയൊക്കെ ചെയ്യുന്ന എന്തിനാണ്? ദൂരെയൊക്കെ പോകുന്ന എന്തിനാണ്? ഓരോ നേർച്ച കാഴ്ചകളുമായിട്ട് ഓരോ ഷ്രൈനിൽ പോകുന്ന എന്തിനാണ്? കാര്യങ്ങൾ സാധിക്കാൻ. ആ ജാതിയും ഞാനുമായിട്ട് എന്നാ വ്യത്യാസം? അവരുടെ ഉള്ളിലും പരിശുദ്ധാത്മാവില്ല, എൻ്റെ ഉള്ളിലും. ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ എന്തില്ല? ഐ എം പ്രൂവിങ് ഇറ്റ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് എന്തു പറയണം? മക്കളെ, ജോലിയൊക്കെ ആവശ്യമാണ്, അതിനൊക്കെ ദൈവം അനുവദിക്കുന്ന പോലെ ബുദ്ധി തന്നിട്ടുള്ള പോലെ പഠിച്ചോ. പക്ഷേ നിന്നെ വിളിച്ച വിളിക്ക് നീ നിന്നില്ലെങ്കിൽ നീ ലജ്ജിച്ചു പോകും. ദൈവത്തിന് മുമ്പിൽ എന്തു ചെയ്യും? ദൈവത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അത് പഴയ നിയമവും പുതിയ നിയമവും പഠിക്കുമ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ സ്വഭാവം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. വലിയ ജ്ഞാനിയായ ശലോമോൻ ദൈവം എന്ത് ചെയ്തു? അവനെ ലജ്ജിപ്പിച്ച് കളഞ്ഞു. അവൻ ലോകത്തിൻ്റെ വിഷയത്തിൽ. അതുകൊണ്ട് പ്രാധാന്യത, അതുകൊണ്ടാണ് വചനത്തിലെല്ലാം എഴുതിയിരിക്കുന്നത്, അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരെന്ത് ചെയ്യത്തില്ല? ലജ്ജിച്ചു പോകത്തില്ല. കർത്താവിൻ്റെ ഒരു സാക്ഷിയായി തീരുന്നവൻ ഒരു നാളും എന്ത് ചെയ്യത്തില്ല? ലജ്ജിച്ചു പോകത്തില്ല. അപ്പം നമ്മൾ അടുത്ത തലമുറയ്ക്ക് പാസ് ഓൺ ചെയ്യും. എനിക്കത് പ്രാഗൽഭ്യത്തോട് പറയാം. കാര്യം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ബൈബിൾ പറയുന്ന പോലെ കുടുംബത്തോട് അത് മാത്രം പറയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പ്രാഗൽഭ്യത്തോടുകൂടി നിങ്ങളോട് അതെനിക്ക് പറയാൻ പറ്റും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന സ്പിരിച്വൽ വാല്യൂസ്, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിനാണ് ഇമ്പോർട്ടൻറ്റ്. ഡിസിപ്ലിനിങ്, മാനേഴ്സ്, പല കുടുംബ വിഷയങ്ങൾ, ലോകത്തിൻ്റെ ജ്ഞാനം, അത്യാവശ്യം ജനറൽ നോളജ്, കോമൺ സെൻസും ഒക്കെ വേണ്ടേ? അതൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിനല്ല പ്രാധാന്യത. നിങ്ങളുടെ ദർശനം നിങ്ങൾക്ക് അടുത്ത തലമുറയ്ക്കൊന്ന് പാസ് ഓൺ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി മുഴുവനും നിങ്ങൾ നഷ്ടപ്പെടുത്തി. പിന്നെ വെളിയിൽ പോയി ആൾക്കാരോട്, പബ്ലിക്കിനോട് എന്തോ പറയാൻ? ആദ്യം ഇതെവിടെ തുടങ്ങേണ്ടത്? യെസ്, ഭവനത്തിൽ. ഇവിടെ താൻ പറയുന്നത് എന്തുവാ? പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഹെവൻലി കോളിംഗ് അവിടെ എഴുതിയിരിക്കുന്നത്. കൃപയിൽ എനിക്ക് കൂട്ടാളികളായി തീർന്നവൻ. കർത്താവിൻ്റെ ശരീരത്തിൽ ഒരു കൂട്ടവയവം, ആ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടുള്ളവരെ. ഇതൊക്കെ എല്ലാ ലേഖനത്തിലും പറയുന്നതാണ്, ഇതിവിടെ മാത്രമല്ല. ഓരോ ലേഖനത്തിൽ താൻ അവരെ ഗ്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ എഴുതിയൊക്കെ കൃപയിൽ എനിക്ക് കൂട്ടാളികളായിട്ടുള്ളവരെ, പാർട്ടേക്കേഴ്സ്. ചില ലേഖനത്തിൽ പറയുന്നു, സഭയോട് പറയുക, വിശുദ്ധന്മാരോട് പറയുക, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടുള്ളവരെ, ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി ഹെവൻലി കോളിംഗ്, പാർട്ടേക്കേഴ്സ്, പാർട്ട്നേഴ്സ് ഓഫ് ദി ഹെവൻലി കോളിംഗ്. മനസ്സിലാക്കണം, നമ്മൾ ഒക്കെ തമ്മിലുള്ള ബന്ധം എന്തുവാ? സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടുള്ളവരെ.
ഈ ദർശനം പൗലോസിൻ്റെ ജീവിതത്തിലെ ആ ദർശനം കറക്റ്റായിട്ട് താൻ ഹല്ലേലൂയ മറ്റുള്ളവരേക്ക് പാസ് ഓൺ ചെയ്ത് ഫിലിപ്പിലെ സഭ അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഓർത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യും. പൗലോസ് എത്ര വ്യക്തമായിട്ടാണ് കൊരിന്ത്യലേഖനത്തിലൊക്കെ പറയുന്നത്, എൻ്റെ മേലുള്ള കൃപ ഇറ്റ് ഈസ് നോട്ട് വെയിൻ, അത് വ്യർത്ഥമായി പോയില്ല. കർത്താവ് എനിക്ക് തന്ന കൃപ വേണം. നമുക്കെല്ലാം കർത്താവിന് വേണ്ടി നിൽക്കണമെങ്കിൽ എന്തു വേണം? കൃപ വേണം. ധൈര്യമായിട്ട് പബ്ലിക്കായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഒരു പേഴ്സണാലിറ്റിയിൽ ഒരു ബലമില്ലെങ്കിൽ, ഒരു ധൈര്യമില്ലെങ്കിൽ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ആ സ്വർഗീയ ബലത്തിൻ്റെ പേരാണ് കൃപ. Lord, give me grace. Lord, give me sufficient grace, abundance of grace. കർത്താവേ, അധികം കൃപ എനിക്ക് തരണമേ. കൃപ സമൃദ്ധിയായിട്ട് എൻ്റെ മേൽ പകരണമേ. കൃപ വേണം. പഴയ ദൈവമക്കളൊക്കെ എപ്പോഴും ആത്മീയ ക്ഷീണം തോന്നുമ്പോൾ എന്തു പറയും? കൃപ, കർത്താവേ കൃപ. എന്നിട്ട് നിങ്ങളത് പറയുമോ? ജോലി സമയത്തൊക്കെ പറയുമോ? ക്ഷീണിപ്പിക്കുന്ന ശക്തി, പ്രലോഭനങ്ങൾ, പരീക്ഷകളൊക്കെ വരുമ്പോൾ ഉറക്കെ പറയണം. സാധാരണ കേൾക്കേണ്ടത് അടുത്ത ക്യാബിനിലിരിക്കുന്നത് എന്തോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൃപ എന്ന് പറയുന്നത് കാണിച്ചു കൊടുക്കുന്ന ആ വാക്യത്തിൽ നിന്ന് ബലഹീനതയിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ പേരാണ് എന്തുവാ? കൃപ. എൻ്റെ കൃപ നിനക്ക് വിളി അനുസരിച്ച് ശക്തമായി നിൽക്കാൻ കർത്താവ് പറയുക. എൻ്റെ കൃപ നിനക്ക് ബലഹീനതയെ ജയിക്കുവാൻ, ജയാജീവിതം നയിക്കുവാൻ യേശു പറയുക. എൻ്റെ കൃപ നിനക്ക്. ഹല്ലേലൂയ. അത് നമുക്ക് ഈ ദിവസങ്ങൾ ഒത്തിരി വേണ്ടതാണ് കൃപ. 8-ാമത്തെ വാക്യം വായിച്ചാട്ട്. ക്രിസ്തുയേശുവിന്റെ ആകൃതിയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്ന് ദൈവം സാക്ഷി. ഇന്നത്തെ പോലെ ഇന്ന് ഇവിടെ നിന്ന് ഏത് രാജ്യത്തിൽ പോകണമെങ്കിലും ഒന്ന് ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ടൊക്കെ അങ്ങ് പോകാം. അത്രയേ ഉള്ളൂ കാര്യം. അല്ലെങ്കിൽ ബാക്കി ഇനി സ്റ്റേറ്റ്സോ യൂറോപ്പോ അറ്റ്ലാന്റിക്കും പസഫിക്കും ഒക്കെ കിടക്കണതിലാണ് കുറച്ചുകൂടി മണിക്കൂർ. എന്നാലും 12 മണിക്കൂർ 16-17 മണിക്കൂർ കൊണ്ടൊക്കെ എല്ലാം ഏറ്റവും ലോങ്ങസ്റ്റ് റൂട്ട് വരെയും നമുക്ക് പോകാൻ പറ്റും. ഇത്രയ്ക്കുള്ള കാര്യമുള്ളൂ. പക്ഷേ അന്ന് ഈ ഫെസിലിറ്റി ഒന്നുമില്ല. ഓരോ പോർട്ട് വരെയും കുതിരയിലോ നടന്നോ ഒക്കെ പോകണം. ആ പോർട്ടിൽ നിന്ന് ഇന്നത്തെ പോലെ ഡെയിലി ഷിപ്സോ വീക്ക്ലി ഷിപ്സോ ഒന്നുമില്ല. കപ്പൽ വരുന്നവരെയും അവിടെ എവിടെയെങ്കിലും താമസിക്കണം. താൻ പിന്നെ ഒരു ദിവസം അടങ്ങിയിരിക്കത്തില്ല. അത് താമസിക്കുന്ന സമയത്ത് വേണേൽ അവിടെ ഒക്കെ താൻ സുവിശേഷം പറയും. കപ്പൽ യാത്രയൊക്കെ വളരെ ദുരിതമാണ്. ഇതൊക്കെ കഴിഞ്ഞാണ് ഓരോ രാജ്യങ്ങൾ പോകേണ്ടത്. അപ്പോൾ ഫിലിപ്പിലെ സഭയെ എനിക്ക് ഇത്രയും വർഷങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാ താൻ എങ്ങനെയാണ് ലുദിയയുടെ ഹൃദയം കർത്താവ് തുടങ്ങിയത്, ലുദിയയുടെ ഭവനത്തിൽ സഭ തുടങ്ങിയത് ഒക്കെ നമ്മൾ ഫിലിപ്പി ദേശത്തെ പ്രവർത്തനത്തെപ്പറ്റി 2 ആഴ്ച നമ്മൾ ചിന്തിച്ചതാണ്. അപ്പോൾ അവിടെയൊക്കെ സഭ എങ്ങനെയാണ് തുടങ്ങിയെന്ന് അറിയാം. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ വലിയ സ്നേഹം നിങ്ങളോടുണ്ട്. കാരണം ആത്മാവിൽ നന്നായിട്ട് നിൽക്കുന്നവരും. ഗലാത്യ സഭയോട് പറ്റി പറയുന്നത് എങ്ങനെയാണ്? ആ ബുദ്ധി ഇല്ലാത്ത ഗലാത്യരെ സ്നേഹം കൊണ്ടാണ്. വഴക്ക് പറയുകയോ കുറ്റം പറയുകയോ ഒന്നുമല്ല. നിങ്ങളോട് എത്ര വ്യക്തമായിട്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ച് കാട്ടിയതാണ്. നിങ്ങൾ ഇത്ര പെട്ടെന്ന് വേറെ ആരെങ്കിലും വന്ന് നിങ്ങളോട് വല്ല ഭൗമികമോ ലോകത്തിൽ മാനിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ആ ക്രൂശിൻ്റെ വചനത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് മാറിപ്പോയി. അത് ഭയങ്കര ആശ്ചര്യമാണ്. നിങ്ങൾക്ക് ഒരു ബലവും ഇല്ലാതായിപ്പോയില്ല. അങ്ങനെയാണ് അവരെ പറ്റി പറയുന്നത്. ഓരോ സഭകളെ പറ്റി പറയാൻ നമുക്കറിയാം. ക്രേത്യരെ പറ്റി പറയാൻ നമുക്കറിയാം. ഇവിടെ ഫിലിപ്പിയ സഭയെപ്പറ്റി പറയുവാൻ വലിയ സന്തോഷമുണ്ട്. 2-ാം അധ്യായത്തിലൊക്കെ അതിന് ആ സന്തോഷത്തെപ്പറ്റി താൻ 4-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്. ഇവരെ ഓർത്തിട്ട് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുക, ഞാൻ ഐ എം നോട്ട് സിംപ്ലി ഫ്ലാറ്ററിങ്, അല്ലെങ്കിൽ ചുമ്മാതെ ഞാൻ മുഖസ്തുതി പറയുവല്ല, ശരിക്കും ഞാൻ പറയുക. ആ 8-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച്. നിങ്ങളെ എല്ലാവരെയും ഞാൻ കാണുവാൻ ശരിക്കും ആർദ്രതയോടെ. അത് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഇൻ മൈ ബൗൾസ് എന്ന് എഴുതിയിരിക്കുന്നത്. ബൗൾസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ദ ഇൻസൈഡ് സ്റ്റൊമക്ക്. ആ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? ഈ ആർദ്രത അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റിയുള്ള വലിയ വാഞ്ചയും നിങ്ങളോടുള്ള വലിയ സ്നേഹവും ഇതെൻ്റെ നാക്കിലല്ല, എൻ്റെ ഉള്ളിൽ. ചില ആൾക്കാർ കാണുന്നുണ്ട് പറയും, അയ്യോ ഇപ്പോൾ ഞാൻ നിങ്ങളെപ്പറ്റി അങ്ങോട്ട് ഓർത്തതേ ഉള്ളൂ. ചുമ്മാ വെറുതെ പറയുന്നതാ അവരെ ഒന്ന് ഫ്ലാറ്റർ ചെയ്യാൻ. ലോക മനുഷ്യർക്ക് എപ്പോഴുമുണ്ട് ഇതുപോലത്തെ വർത്തമാനം. അതിങ്ങനെ നമ്മൾ പോലും ചോദിക്കാം, ബുദ്ധിയോട് പോലും അനുവാദം ചോദിക്കാൻ ചിലപ്പം ജഡം ചാടിക്കയറി അങ്ങ് പറയും. നിങ്ങൾ ഭയങ്കര സ്നേഹം, എനിക്കിഷ്ടമാണ്, എനിക്കിവരെ വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് തോളെ കൈകൊട്ടുമ്പോൾ അതൊരു ചുമ്മാ ഒരു ഡിപ്ലോമാറ്റിക് ഒരു പുകഴ്ച മാത്രമായിരിക്കുമ്പോൾ പൗലോസ് പറയുക, ഞാൻ അങ്ങനെ വെറുതെ പറയുവല്ല, ഫിലിപ്പിയ സഭയോട് പറയുക, നിങ്ങൾ ബലത്തോടുകൂടി നിൽക്കുന്ന നിമിത്തം ഈ സന്തോഷം എവിടെ നിന്നാണ്?
നിങ്ങളോടുള്ള സ്നേഹവും ആർദ്രതയും അവർ കൃപയോടുകൂടി നിൽക്കുമ്പോൾ ഒരു ബഹുമാനത്തോടു കൂടിയുള്ളൊരു സ്നേഹം, വലിയൊരു ആർദ്രത, ഒരു അടുപ്പം, വലിയൊരു അടുപ്പം, ആത്മീയരുമായിട്ടുള്ള ഒരു അടുപ്പം, ആത്മാവിൽ ജീവൻ പ്രാപിച്ചവർ തമ്മിലുള്ള ഒരു അടുപ്പം. ഇറ്റ് ഈസ് ഫ്രം മൈ ബൗൾസ് ഇൻസൈഡ് മൈ, എൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ നമുക്കൊരു വ്യക്തിയോടും ഒരു ദേശത്തോടും ഒക്കെ സ്നേഹം പറഞ്ഞെങ്കിൽ എങ്ങനെയാണ്? സ്തോത്രം, 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 സ്തോത്രം. ഹിന്ദു സഹോദരന്മാരോടും മുസ്ലിം സഹോദരന്മാരോടും നമ്മുടെ റിലേറ്റീവ്സായ കാത്തലിക്, ഓർത്തഡോക്സ്, മർത്തോമ അല്ലെങ്കിൽ ഏതൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരുണ്ടോ ആ സഹോദരന്മാരുടെ കൂട്ടുകാരോട് ഒക്കെ സുവിശേഷം പറയണമെങ്കിൽ എന്ത് ചെയ്യണം? അവരോട് ഉള്ളിൽ നിന്നൊരു ഒന്ന് പറഞ്ഞേ, പ്രൈസ് ലോർഡ്. അല്ലാതെ നിങ്ങൾ എത്ര സുവിശേഷം പറഞ്ഞിട്ടും ദൈവപ്രവൃത്തി ഉണ്ടാകത്തില്ല. നിങ്ങൾ ആരോട് സുവിശേഷം പറയുന്നോ അവരെ സ്നേഹിച്ച് പറയുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഇവിടെ കണ്ടില്ല, ഉള്ളിൽ നിന്നൊരു സ്നേഹം. സ്തോത്രം. അല്ലല്ല, പല ടീച്ചിങ്സും പല പഠിപ്പീരുകളും ഒക്കെ ഉണ്ട്. അവരങ്ങനെ ഇവരിങ്ങനെ, അതൊക്കെ ഇതിലേക്കൂടി കേൾക്കാൻ പോലും പോകണ്ട. ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നമ്മുടെ എക്സാമ്പിൾ. ആരാ? ക്രിസ്തുവാണ്. പ്രൈസ് ലോർഡ്. അല്ലല്ല, ആ സ്നേഹമാണ് ഇവിടെ പൗലോസ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഉള്ളിൽ നിന്ന് ആ സ്നേഹം വരട്ടെ. 9-ാമത്തെ വാക്യം, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിനും സകല വിവേകത്തിനും വർദ്ധിച്ചു വന്നിട്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹം എന്ത് ചെയ്യണം? മേൽക്കുമേൽ വർദ്ധിച്ചു വരണം. മേ യുവർ ലവ് എബൗണ്ട് സ്റ്റിൽ മോർ ഇൻ നോളജ് ആൻഡ് ഡിസേൺമെൻറ്റ് എഴുതിയിരിക്കുന്ന. നിങ്ങളുടെ സ്നേഹം വർദ്ധിച്ചു വരണം, നിങ്ങളുടെ പരിജ്ഞാനം വർദ്ധിച്ചു വരണം, വിവേകം അല്ലെങ്കിൽ ഡിസേൺമെൻറ്റ്, വിവേചനത്തിനുള്ള വരം എന്ത് ചെയ്യണം? ഡിസേൺമെൻറ്റ് തന്നെ ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്. അതെന്ത് ചെയ്യണം? ഇൻ ഓൾ ജഡ്ജ്മെൻ്റ് എന്ന ചില ട്രാൻസ്ലേഷൻ, എൻ്റെ ട്രാൻസ്ലേഷൻ ന്യൂ കിങ് ജെയിംസിൽ ഡിസേൺമെൻറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം വർദ്ധിച്ചു വരണം. എന്തൊക്കെ ഇവിടെ എഴുതിയിരിക്കുന്ന? അതിലൊക്കെ നല്ല തികവുള്ളവരാ. പക്ഷേ ആ വളർച്ചയിൽ നമ്മൾ കുറച്ചങ്ങോട്ട് നല്ല ആത്മീയ ജീവൻ കർത്താവ് തരുമ്പോൾ നമ്മൾ വിചാരിക്കും അത് മതി. മറ്റുള്ളവരെക്കാളൊക്കെ ഞാൻ എന്തുവാ? സ്നേഹമുണ്ടല്ലോ, മറ്റുള്ളവരെക്കാളൊക്കെ ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടല്ലോ, അത് മതി. നോ. സ്കെയിൽ എന്തുവാ? ടിൽ ദ ഹെഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ തലയോളം. ഈ ക്രിസ്തുവിൻ്റെ തല അല്ലെ ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് ഇറ്റ്സ് പെർഫെക്ഷനാണ്, തികവാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒരു മനുഷ്യനും അല്ല, ഒരു സ്വർഗീയ സൃഷ്ടിക്ക് പോലും ഇല്ല. അപ്പം ആ ദൈവത്തോളം ആ വളരേണ്ടത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുക എന്തിലൊക്കെയാണ് വളരേണ്ടത്? സ്നേഹത്തിൽ വളരണം, ഒന്നും പ്രതീക്ഷിക്കാതുള്ളൊരു സ്നേഹമല്ലേ. പിന്നെ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും വളരണം, വിവേകത്തിൽ വളരണം. അതാണ് നമ്മളിവിടെ കാണുന്നത്, അല്ലെ വിവേചനവും വിവേകവും ഒക്കെ ആയിട്ടുള്ള ഡിസേൺമെൻറ്റ്, അതിൽ നമ്മൾ വളരണം. ഒരു വാക്യം ഒന്ന് പെട്ടെന്ന് വായിക്കാം. 1 തെസ്സലോനിക്കർ 3-ാം വാക്യം. 1 Thessalonians chapter 3 verse 12. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും. ഫിലിപ്പിയ സഭയോട് പറയുന്ന പോലെ തന്നെ തെസ്സലോനിക്കയിലെ സഭയോടും പറയുവാ, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവിനും നിങ്ങളോടുള്ള സ്നേഹം എത്തിയിട്ട് വർദ്ധിക്കട്ടെ. ഒരാളോട് സ്നേഹം വർദ്ധിക്കുന്നത് എപ്പോഴാണെന്നറിയാം? കർത്താവ് അവരോട് സംസാരിക്കുന്ന അനുസരിച്ച് അവർ നിൽക്കുമ്പോൾ. ആത്മീയരുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. ഇന്ന സഭക്കാരുമായിട്ടല്ല ബന്ധം. ആരുമായിട്ടാണ് ബന്ധം? ചില ആൾക്കാരൊക്കെ അങ്ങോട്ട് കൈ കൊടുത്ത്, നിങ്ങൾ ഏത് സഭയിലാണ്? ഇന്ന സഭ, അവരുടെ സഭയാണ്. ഓ പ്രൈസ് ദി ലോർഡ്, ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ ഉണ്ട്. വേറൊരു സഭയിലാണെങ്കിൽ എന്തുവാ? ഓ ആ സഭയിൽ, ഓക്കെ. അപ്പോൾ അവിടെ എന്തോ സംഭവിക്കുന്നത്? സഭയുമായിട്ടുള്ള സ്നേഹം, പ്രസ്ഥാന സ്നേഹം. ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? താഴോട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ആത്മാവിലുള്ളൊരു ഈ ജ്ഞാനവും വിവേകവും വിവേചനവും ഒക്കെ ലഭിക്കുന്നത് ആത്മാവിൻ്റെ ഫലമാണ്. അപ്പോൾ ആത്മാവിൽ വളരുന്നവരും തമ്മിലുള്ളൊരു ജ്ഞാനം, പരിജ്ഞാനം, വിവേചനം. ഫിലിപ്പിയ സഭയോട് പറഞ്ഞു നിങ്ങൾക്ക് നല്ല വളർച്ചയുണ്ട്, പക്ഷേ ഇതിൽ വീണ്ടും വളരണം. തെസ്സലോനിക്ക സഭയോട് പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീണ്ടും വളരണം. അല്ല, ആ വളർച്ച അതും എങ്ങനെയാണ്? സ്കെയിൽ ക്രിസ്തുവാണ്. യോഹന്നാൻ സുവിശേഷത്തൊക്കെ പറഞ്ഞ ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. എങ്ങനെയാണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. ആ സ്നേഹത്തിന് മുമ്പിൽ ഒരു ബട്ടുമില്ല, ഒരു പക്ഷേയുമില്ല. പല ടൈപ്പ് ആൾക്കാരെയല്ലേ ദൈവസന്നിധിയിൽ കൊണ്ടിരുന്നത്. സ്വഭാവത്തിന് ദൂഷ്യമുള്ളവർ കാണും, പരിജ്ഞാനമില്ലാത്തവർ കാണും, ഒത്തിരി കയ്പ് ഉള്ളവർ കാണും, മത്സരം ഇതൊക്കെ നേരത്തെ ശീലിച്ചവർ കാണും, സ്വാർത്ഥതയുള്ളവർ കാണും, അസൂയുള്ളവർ കാണും. പക്ഷേ ക്രിസ്തു സ്നേഹിച്ച പോലെ അവരെയൊക്കെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിൽ എന്ത് സംഭവിക്കും?
ഈ പരിജ്ഞാനമില്ലായ്മയും ഈ അസൂയയും ഈ മത്സരവും ജഡത്തിൻ്റെ സ്വഭാവം എന്തൊക്കെയുണ്ടോ, സ്വാർത്ഥതയും, ഇതെല്ലാം ഇല്ലാതായി പോകും ദൈവമക്കളെ. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്യണം? ഈ സ്നേഹമുള്ളപ്പോൾ എന്തെങ്കിലും കുറവ് അവരിലുണ്ടെങ്കിലും നമുക്കത് ക്ഷമിക്കാൻ എന്ന് വിചാരിച്ച് അവരെ കുറവിൽ തുടരണം എന്നല്ല എൻ്റെ അർത്ഥം. ഈ കുറവുള്ളവരെ കുറവിൽ തുടരണം എന്നല്ല എൻ്റെ അർത്ഥം. അവരും ചിന്തിക്കും, എൻ്റെ ജീവിതത്തിൽ ഇത്രയും കുറവുണ്ടായിട്ടും നിങ്ങൾ എന്നെ എന്ത് ചെയ്യുന്നു? പൗലോസ് പറഞ്ഞ പോലെ ഇത്രയും പ്രശ്നമുണ്ടായിട്ടും നിങ്ങൾ എന്നെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധ ഒരു ജഡത്തിലൊരു ശൂലമുണ്ടായിട്ടും നിങ്ങൾ എന്നെ എന്ത് ചെയ്തു? കൈക്കൊണ്ടു, സഹിച്ചു, സ്നേഹിച്ചു. പ്രൈസ് ലോർഡ്. അതൊക്കെ വലിയ ഹല്ലേലൂയ. അവിടെ ഏത് സ്നേഹം അവിടെ വ്യാപരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ സ്നേഹം. ക്ഷമിക്കുവാൻ. നമ്മുടെ മക്കളോടൊക്കെ പലപ്പോഴും നമ്മൾ എന്തു ചെയ്യും? എന്തൊക്കെ വിഷയങ്ങൾ കാണിച്ചാലും അവരോട് സ്നേഹമുള്ളതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും? ക്ഷമിക്കും. ഇനി സഭയിലുള്ള ആരെങ്കിലും ഒരു കാര്യം കാണിച്ചാലോ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജുകളൊക്കെ വരും, കണ്ടില്ല ആ സഹോദരി, കണ്ടില്ല ഈ സഹോദരി. അത് സ്നേഹമുള്ളപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇടയെന്നുള്ള രീതിയിൽ എനിക്കത് പലപ്പോഴും ക്ഷമിക്കാൻ പറ്റും. ബട്ട് കൂട്ടു സഹോദരങ്ങൾക്ക് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറ്റുന്നില്ല. നമ്മളെല്ലാവരും ആരെ പോലെ ആകണം. എനിക്ക് ചില സമയത്ത് ക്ഷമിക്കാനൊക്കെ പറ്റാത്ത സമയങ്ങൾ വന്നേക്കാം. നമ്മളെല്ലാവരും ആരെ പോലെ ആകണം. യേശുവിനെ പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ആ ക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ടെങ്കിൽ, ഒരു കുറവൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? അതങ്ങ് നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മളത് ക്ഷമിക്കും. കർത്താവ് നമ്മളോട് ക്ഷമിച്ചിട്ടല്ലേ നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മുടെ തികവ് കൊണ്ട്, യേശുവിനെ പോലെ നമ്മളങ്ങ് തികവിൽ നിന്നിട്ടാണോ നമ്മളെ സ്നേഹിക്കുന്നത്? അല്ല. നമ്മുടെ എൻ്റെയും നിങ്ങളുടെ എന്തൊക്കെ കുറവുകളുണ്ട് ദൈവമക്കളെ, എന്നിട്ടും അത് ക്ഷമിച്ചുകൊണ്ടാണ്, അത് മറച്ചുകൊണ്ടല്ല. കൃപയാൽ നമ്മളെ പൊതിയുന്നുണ്ട് പിശാച് അറ്റാക്ക് ചെയ്യാതെ, പക്ഷേ അത് ക്ഷമിച്ചുകൊണ്ട് തന്നെയാണ് എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നത്. അതുപോലെ അന്യോന്യം സ്നേഹിക്കുവാനുള്ളൊരു മനസ്സ് ആര് തട്ടെ? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഫിലിപ്പിയ സഭയോട് പറയുക, സ്നേഹത്തിൽ നിങ്ങൾ വളരണം. അടുത്തത് ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും, അല്ലെങ്കിൽ ഇൻ ദ നോളജ് എഴുതിയിരിക്കുന്ന ക്രിസ്തുവിനെ പറ്റിയുള്ള ആ ജ്ഞാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മത്തായി സുവിശേഷത്തിലൊക്കെ കർത്താവ് പറയുക, എൻ്റെ ജനം തെറ്റിപ്പോകുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? വചനം അറിയാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? തെറ്റിപ്പോകുന്നു. അപ്പം സ്തോത്രം. ഹല്ലേലൂയ. വചനം അറിയണം. വചനത്തിൻ്റെ വിഷയത്തിൽ ഒരു കോംപ്രമൈസും കൂടാതെ ശക്തമായ വചനത്തിന് വേണ്ടി നിൽക്കണം. സ്തോത്രം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരു വാക്യം ഹല്ലേലൂയ ഒന്ന് വായിക്കാം. വേദനയോട് കർത്താവ് പറയുന്ന ഒരു ഭാഗം ഞാൻ ഇന്നലെ ഞാൻ വായിക്കുമായിരുന്നു. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 43-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തതെന്ത്? എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായ്മയുണ്ട്. ഞാൻ പലപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാകുവാൻ കഴിയാത്തത് എന്ത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. സ്തോത്രം. പല ടൈപ്പ് ആൾക്കാരാണ്. ഞാൻ പറഞ്ഞില്ലേ, വചനം അറിയാം, പക്ഷേ അതിന് പല എക്സ്ക്യൂസൊക്കെ പറഞ്ഞ് ലോകം എന്നെ അക്സെപ്റ്റ് ചെയ്യണം, അതിൻ്റെ വിശുദ്ധി, വേർപാട്, വചനപ്രകാരം നിൽക്കേണ്ട തീരുമാനത്തിലൊക്കെ അങ്ങ് കോംപ്രമൈസ് ചെയ്യുന്നവരുണ്ട്. കാരണം ഇന്ന് ഒത്തിരി പഠിപ്പീരുകൾ പഠിപ്പിക്കുന്ന രക്ഷിക്കപ്പെട്ടോ, സ്നാനപ്പെട്ടോ എന്നാൽ സ്വർഗം ഉറപ്പാണ്. ഒരു തിയോളജി ഓഫ് ലിബർട്ടി എന്നൊക്കെ അവർ വിളിക്കുന്ന പോലെ, അല്ലേ, ഹൈപ്പർ ഗ്രേസ് എന്നൊക്കെ അവർ തന്നെ പറയുന്ന പോലെ, ഈ ക്രിസ്തു നിങ്ങളെ സ്വാതന്ത്ര്യമാക്കി ഇനി എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, തോന്നിയ പോലെ ജീവിക്കാം എന്ന് വരെയും പഠിപ്പിക്കുന്ന ദുരുപദേശ ആൾക്കാർ നമ്മുടെയൊക്കെ മധ്യത്തിലുണ്ട്. ഈ പട്ടണത്തിലും ഉണ്ട് അങ്ങനെയുള്ള സഭകൾ, ഈ പട്ടണത്തിലും ഉണ്ട്. അങ്ങനെയല്ല ദൈവവചനത്തിൻ്റെ പ്രമാണം. വചനം അറിയാത്തത് കൊണ്ട് അവർ തെറ്റിപ്പോകുന്നു. നമ്മുടെ വിളി അനുസരിച്ച് നമ്മളെ ഉണർത്തുന്ന, നമ്മുടെ വിളി അനുസരിച്ച് നമ്മളെ ജീവിപ്പിക്കുന്ന, കഴിഞ്ഞ നാളുകൾ കർത്താവിൻ്റെ സന്ധിയിൽ എടുത്തിരിക്കുന്ന നമ്മളൊക്കെ രക്ഷിക്കപ്പെടുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ തീരുമാനങ്ങൾ എരിവോടുകൂടി കർത്താവിൻ്റെ സന്ധിയിൽ എടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് ഈ ഭൗമിക വിഷയങ്ങളൊക്കെ ഒത്തിരി നമ്മൾ പ്രാപിച്ച് നമ്മൾ എന്തൊക്കെയോ ഒന്നായെന്നൊന്ന് തോന്നുമ്പോൾ നമുക്ക് തന്നെ ഈ കർത്താവുമായിട്ടുള്ള ബന്ധം ഇനി അങ്ങ് മുറിഞ്ഞു പോയാലും, കർത്താവ് ഇനി സഹായിച്ചില്ലെങ്കിൽ ഈ വണ്ടി സുഖമായിട്ട് മുന്നേക്ക് ആവശ്യത്തിനകത്ത് ഉള്ള വരുമാനവും മന്ത്ലി ഇൻകവും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ചിന്തിച്ച് കഴിഞ്ഞ് ഈ ലോകത്തിൽ നമ്മുടെ ആശ്രയം അങ്ങോട്ട് കൂടുമ്പോൾ, ലോകത്തിൽ ഉള്ള സ്നേഹം അങ്ങോട്ട് വർദ്ധിക്കുമ്പോൾ, ലോകത്തിൽ മനുഷ്യൻ മാനിക്കണം എന്നുള്ള ആഗ്രഹം അങ്ങോട്ട് വർദ്ധിക്കുമ്പോൾ, കർത്താവിനോടുള്ള ആത്മാർത്ഥത, നിർമ്മലത, നമ്മൾ പണ്ടെടുത്ത തീരുമാനമൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് മറന്നുപോകും. കർത്താവിൻ്റെ സന്ധിയിൽ എടുത്ത ഓരോ ആത്മാവിലെടുത്ത തീരുമാനവും നമ്മൾ എന്ത് ചെയ്യും? അറിയാതും അറിഞ്ഞുകൊണ്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് മറന്നു പോകുന്ന അവസ്ഥ പലരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. നമുക്കങ്ങനെ ഉണ്ടാകല്ലേ? പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് നമ്മുടെ മേലൊരു കൃപ പകരുന്നുണ്ട്. ലെറ്റ് us not take advantage of it. അത് നമ്മൾ മുതലാക്കല്ല.
ഈ ഉടനെ പണിഷ്മെൻ്റ് ഇല്ലാത്ത എന്തുകൊണ്ടാണ്? കർത്താവ് നമ്മുടെ പേരിലൊരു കൃപ പകരുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് നമ്മളോട്, ഇപ്പോൾ നമ്മൾ വായിച്ചില്ലേ, ഞാൻ നിങ്ങളോട് യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 43-ാമത്തെ വാക്യത്തിൽ പറയുക, ഞാൻ നിങ്ങളോട് എന്താണ് നിങ്ങൾക്ക് എൻ്റെ ഭാഷണം ഗ്രഹിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കേൾക്കുവാൻ കഴിയുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം എടുക്കണ്ട, അവിടെ എഴുതിയിരിക്കുക. കർത്താവ് പറയുക, വേദനയോട് പറയുക, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം എന്ത് ചെയ്യും? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എരിവോടുകൂടി നിന്ന വിശ്വാസികൾ കുറച്ച് കഴിഞ്ഞിട്ട് ലൗകികരായി ലൗകിക ഫോക്കസും പ്രത്യാശയും ഒക്കെ ആക്കി തീർത്തിട്ട് അവസാനം യേശു വരുമ്പോൾ, യേശു രണ്ടാമത് വരുമ്പോൾ, വീണ്ടും വരുമ്പോൾ വിശ്വാസികൾ എന്ന് പറയാൻ ലക്ഷക്കണക്കിനുണ്ട്. ഞാൻ പറഞ്ഞില്ല, എറണാകുളത്ത് തന്നെ 5000-ൽ പരം സഭകളുണ്ട്. എണ്ണത്തിൽ പാസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ എണ്ണത്തിൽ പഴയ കണക്കായി, പുതിയ കണക്കിൽ ഇപ്പം കൂടുതലും കാണും. എറണാകുളം ജില്ലയിൽ 5000-ൽ പരം സഭകളുണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. അപ്പം വിശ്വാസികൾ എത്ര ഉണ്ടെന്ന് 1.5 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ വിശ്വാസികൾ കാണും, സുഖമായിട്ട് കാണും. ഇത്രയും വിശ്വാസികളുള്ള ഈ എറണാകുളം ജില്ലയിൽ ഇവിടെ ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൽ ദേവദാസൻ പറയുക, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം, ലക്ഷക്കണക്കിന് വിശ്വാസങ്ങൾ എറണാകുളത്തുള്ളപ്പോഴാണോ കർത്താവ് പറയുന്നത് യേശു വരുമ്പോൾ വിശ്വാസികൾ കണ്ടെത്തുമല്ല, ശരിക്കും വിശ്വാസമുള്ളവരെ കണ്ടെത്താൻ പാടും, വിരലിൽ എണ്ണാൻ കാണത്തില്ലെന്ന്. അതല്ലേ എൻ്റെ അർത്ഥം. വിൽ ഫെയ്ത്ത് ബി ഫൗണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന ചിലത് കിട്ടുമെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തെ പറ്റി അല്ല ഇവിടെ ഈ പറയുന്നത്. ശരിക്കുമുള്ള വിശ്വാസം എന്തുവാ? നമ്മളെ സ്വർഗത്തോളം എത്തിക്കുവാൻ കഴിവുള്ളൊരു വിശ്വാസം, വചനത്തിൻ്റെ പ്രമാണം പാലിക്കുവാൻ, ദൈവാലോചനയോട് പൂർണ്ണമായിട്ട് അനുസരണമുള്ളവരായി തീരുവാൻ എൻ്റെ ജീവിതത്തിൽ ഈ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഒരു ക്ഷീണവും വരാതെ കുറ്റമില്ലാത്തവരായി, ബ്ലെയിംലെസ്, കുറവില്ലാത്തവരായി തീർത്ത് എന്നെ അങ്ങറ്റത്തോളം കനാനെത്തിക്കുവാൻ. ദൈവമക്കളെ, കനാനെത്തുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. 80 വർഷം കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത മോശ പോലും എത്തിയില്ല കനാനിൽ. 80 വർഷം. അപ്പോഴൊക്കെ 73-ൽ ശുശ്രൂഷ തുടങ്ങിയതാണ്. അത് വെച്ച് നോക്കിയാൽ, കണക്കൊക്കെ നോക്കിയാൽ ഏതാണ്ട് 50 വർഷമായി, അല്ല 52 വർഷമൊക്കെ ആയി. ഞാനും എൻ്റെ 30-ാമത്തെ വർഷമാണ് ശുശ്രൂഷയിൽ. ദൈവദാസന്മാർക്കൊക്കെ ഇങ്ങനെ വർഷം കണക്കൊക്കെ പറയാൻ കാണും. കർത്താവിൻ്റെ പേരിലുള്ളവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, വർഷക്കണക്കൊക്കെ നമുക്ക് പറയാൻ കാണും. ഇവിടെ 80 വർഷം ശുശ്രൂഷ ചെയ്ത മോശ, അതും ഈ ദൂഷാട്ടിയ ജനത്തെ, ചെറിയ അല്ലേ, പിതാക്കന്മാർ കോരഗ്, നാദാഗ്, അഭിദാദും ഒക്കെ മത്സരിച്ച് 250, എന്ത് പൊളിറ്റിക്സ് ആയിരുന്നു അവിടെ. 250 മൂപ്പന്മാരെയും കൂടി വിളിച്ച് മോശയ്ക്കെതിരെ മത്സരിച്ചു. എന്നിട്ടും കർത്താവിന് സന്ധിയിൽ മുട്ടുമടക്കി, കർത്താവേ അവരുടെ കുറവുകൾ അവരോട് ഓർക്കല്ലേ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായിട്ട് വചനം പറയുന്ന മോശ പോലും എന്ത് ചെയ്തില്ല? കനാൻ എന്ത് ചെയ്തില്ല? പിന്നെ എളുപ്പം അങ്ങോട്ട് പോകാനിരിക്കുക നിങ്ങൾ വാഗ്ദത്ത ദേശത്തില്ലേ. കാൾ ഊതുമ്പോൾ പേടിപ്പിക്കുമല്ല ദൈവമക്കളെ, പക്ഷെ അല്പം പേടി വേണം. പേടിയില്ലാതെ പോയി കഴിഞ്ഞിട്ട് പിന്നെ കിടന്ന് ബുദ്ധിയില്ലാത്ത കന്യകമാർ കരഞ്ഞു, ഒത്തിരി പേര് വചനത്തില്ല, ദൈവദാസന്മാർ വരെ നിൻ്റെ നാമത്തിൽ അത്ഭുതം ചെയ്തു, അടയാളം ചെയ്തു, എന്നാ കർത്താവെ കതവ് തുറക്കാത്തതെന്ന് പറഞ്ഞ് പിന്നെ കൊട്ടിയിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് പേടിക്കേണ്ടവനെ, ആ ദൈവത്തിൻ്റെ പര്യായ പദം എന്തുവാ? റെവറൻറ്റ്. റെവറൻറ്റിൻ്റെ അർത്ഥം എന്തുവാ? വൺ ഹു ഈസ് വേർതി ടു ബി ഫിയർഡ്. ഭയപ്പെടുവാൻ യോഗ്യനായവനെ ഭയപ്പെടണം. കാരണം ബൈബിൾ പറയുന്നു അവൻ ഭയങ്കരനാ. പ്രൈസ് ദി ലോർഡ്. ഹി ഈസ് എ സീരിയസ് ഗാഡ്. അവൻ ഭയങ്കരനാ. അതുകൊണ്ട് ഭയപ്പെടുവാൻ യോഗ്യനായവനെ ഭയപ്പെട്ട് തന്നെ വേണം ഈ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് പോകുവാൻ. അങ്ങനെ മാത്രമേ പ്രമാണവും നമ്മളെ അപ്പോൾ ഒരു ഉത്സാഹമൊക്കെ തന്നെ വരും. അടി കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ കയ്യിൽ നല്ല അടി കിട്ടുമ്പോൾ ആത്മീയ കാര്യത്തിനൊക്കെ നമുക്ക് തന്നെ. അതുകൊണ്ട് ദൈവത്തെ കൊണ്ട് അടുപ്പിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. അല്ലല്ല, അടിക്കുന്നത് കർത്താവിനും വിഷമമാണ് അല്ലേ. ചില സമയത്തൊക്കെ നമ്മുടെ മക്കൾ നമ്മൾ പറയും, നമ്മളവരോട് അടിച്ചു കഴിഞ്ഞിട്ട് പറയും നീ ചോദിച്ചു വാങ്ങിച്ചതാണ്. മര്യാദയ്ക്ക് പറയുന്ന സമയത്ത് ചെയ്ത വല്ല കുഴപ്പമുണ്ട്, ഓടിച്ചിട്ട് നമ്മൾ അടിക്കും. അടിച്ചു കഴിഞ്ഞ് നമുക്കും വിഷമമാണ്. സ്നേഹിക്കുന്ന കർത്താവ് നമ്മളെ കറക്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ ഈ ദിവസങ്ങൾ അടി വാങ്ങിക്കുന്നവരായി തീരാതെ കർത്താവ് ആഗ്രഹിക്കുന്ന ലെവൽ ഓരോ സ്റ്റെപ്പ് അങ്ങോട്ട് വളരാം. അല്പകാലമേ ഉള്ളൂ, ഒത്തിരി വളരാനായിട്ടുണ്ട്. ലാസ്റ്റ് മൊമെൻറ്റിൽ പെട്ടെന്നൊന്നും വിചാരിച്ചാൽ ഇങ്ങനെയൊന്നും വളരാൻ പറ്റത്തില്ല. ഇത് നമ്മൾ തന്നെ തീരുമാനമെടുക്കണം.
നമ്മൾ തന്നെ മനസ്സ് വെക്കണം. പാസ്റ്റർ മനസ്സ് വെച്ചാൽ പോരത്തില്ല. പാസ്റ്ററിന് പുറമെ നിന്നും തള്ളാനേ പറ്റത്തുള്ളൂ. നിങ്ങളെ എൻകറേജ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങളോട് പോരാടുന്ന, നിങ്ങളെ ആത്മീയമായിട്ട് ക്ഷീണിപ്പിക്കുന്ന പിശാചിനോട് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കാൻ പറ്റും. അതാ മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. അല്ല, ഇതിനു വേണ്ടി അവരോരെന്ത് ചെയ്യണം? തീരുമാനമെടുക്കണം. അവരോർക്ക് കർത്താവിനോടൊരു സ്നേഹവും ആത്മാർത്ഥതയൊക്കെ വേണം. ഈ ലോകത്തെ സ്നേഹിക്കാൻ പോകുന്ന സമയം കൊണ്ട് ആരെയും നമുക്ക് സ്നേഹിക്കാൻ, ദൈവമക്കളെ, നമുക്ക് വേണ്ടി ജീവൻ നൽകിയ ഒരാളുണ്ട്. ജീവൻ നൽകി നമ്മളെ സ്നേഹിച്ച ഒരാളുണ്ട്. കർത്താവിൻ്റെ മേശ തെളിയിക്കുന്നു. യെസ്, ഹല്ലേലൂയ. ആ യേശുവിനെ ഒന്ന് സ്നേഹിക്കുവാനിടയായി തീരട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, സകല ജ്ഞാനത്തിലും പിന്നെ വിവേകത്തിലും എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരണം. ഡിസേൺമെൻ്റ് എന്നാണ് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്. വിവേചനത്തിൻ്റെ ഒരു വരം എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. നിങ്ങൾ ആ വാക്യം അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ എടുക്കേണ്ട. ഞാൻ വേറൊരു വാക്യം കൂടെ കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ 2-ാം അധ്യായം 2:14 വായിച്ചു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകും. ഇവിടെ എല്ലാം നമുക്ക് കൊരിന്ത്യർ ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാ, എ നാച്ചുറൽ മാൻ, എ സ്പിരിച്വൽ മാൻ. ഒരു പ്രാകൃത മനുഷ്യൻ. പ്രാകൃതം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഴയ മലയാളം പറയുമ്പോൾ മുടിയൊക്കെ വളർത്തി ഷേവൊന്നും ചെയ്യാതെ ഇങ്ങനെ ആകെപ്പാടെ പ്രാകൃതമായിട്ട് നടക്കുന്ന, ഒരുങ്ങി യോഗ്യമല്ലാതെ നടക്കുന്ന ഒരു, അതൊന്നുമല്ല. എൻ്റെ മൂലഭാഷയിൽ എഴുതിയേക്കുന്ന നാച്ചുറൽ മാൻ. എല്ലാ മനുഷ്യരും ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. ലോകത്തെപ്പറ്റി, എല്ലാ മനുഷ്യരും ലോകത്തെപ്പറ്റി ചിന്തിക്കുന്നു, ബുദ്ധിയിൽ ചിന്തിക്കുന്നു. അവനും എന്ത് ചെയ്യുന്നു? അപ്പോൾ ഈ സഭയിൽ എന്തുണ്ട്? ഈ 2 കൂട്ടരുണ്ട്. ആത്മീയ മനുഷ്യനും ഉണ്ട്. അതുകൊണ്ടാണ് എഴുതിയേക്കുന്നത്, ലൗകികൻ ഇനിയും ലൗകികനായി തീരട്ടെ, ആത്മീയൻ വിശുദ്ധൻ ഇനി തന്നെ എന്ത് ചെയ്യട്ടെ. അത് പറഞ്ഞാണ് വെളിപ്പാട് പുസ്തകത്തിലെ അവസാനത്തെ അധ്യായത്തിൽ, അത് മാത്രമേ കർത്താവിന് പറയാനുള്ളൂ. അത് പറഞ്ഞ് ആമേൻ പറഞ്ഞാണ് ബൈബിൾ നിർത്തിയിരിക്കുന്നത്. അവസാനത്തെ അധ്യായത്തിലുള്ള നമ്മളെ പ്രബോധനം ചെയ്യുന്ന വിശുദ്ധൻ ഇനി പല പ്രാവശ്യം കർത്താവ് പറഞ്ഞു. നമ്മൾ നേരത്തെ വായിച്ചില്ലേ യോഹന്നാൻ സുവിശേഷത്തിൽ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ആത്മീയ ഭാഗം നിനക്ക് എന്നെ ഒന്ന് മനസ്സിലാകാൻ കഴിയാത്തത്. അത്രയ്ക്ക് ലോകസ്നേഹവും ദ്രവ്യാഗ്രഹവും നമ്മുടെ ഉള്ളിൽ. ഇനി കണ്ണ് ഇങ്ങനെ പണം 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 എന്ന് പറഞ്ഞ് മഞ്ഞളിച്ചിരിക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത്? ഈ കർത്താവ് പറയുന്ന ആത്മീയ വിഷയമൊന്നും നമുക്ക് മനസ്സിലാകാൻ കഴിയത്തില്ല. കാര്യം സ്വത്രം വർഷങ്ങളായിട്ട് അതിന് ആ ഫോക്കസ് നമ്മൾ കൊടുത്തു പോയത്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അനുദപിക്കാം. കഴിഞ്ഞ നാളുകൾ കുറവ് കർത്താവ് ക്ഷമിക്കട്ടെ. ആത്മാവിനാൽ നിറയുമ്പോഴാണ് ഒരു ആത്മീയ മനുഷ്യന് മാത്രമേ ശരിക്കും വീണ്ടും ജനനം പ്രാപിച്ച ഒരു മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുള്ളൂ. ആ പരിശുദ്ധാത്മാവ് ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ദൈവം പറയുന്ന ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കത്തുള്ളൂ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ എന്ത് വരമാണ് വേണ്ടത്? വിവേചനത്തിൻ്റെ വരം, അല്ലെങ്കിൽ ഇവിടെ മലയാളത്തിൽ എഴുതിയേക്കുന്നുള്ളൂ വിവേകം. അപ്പോൾ നിങ്ങൾ സ്നേഹത്തിൽ വളരണം. നിങ്ങൾ പരിജ്ഞാനം അല്ലെങ്കിൽ നോളജ്, ഗ്രോ ഇൻ നോളജ് ആൻഡ് ഡിസേൺമെൻറ്റ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത്, ഏതിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. ഇനി കളയാൻ സമയമില്ല, അല്പകാലമേ ഉള്ളൂ. ഈ ദിവസങ്ങൾ തിടുക്കത്തിൽ ചെയ്യേണ്ട വേല എന്തുവാണ്? കുടുംബത്തിന് വേണ്ടി നിൽക്കാനാണോ? കമ്പനിക്ക് വേണ്ടി നിൽക്കാനാണോ? അതോ യേശുവിന് വേണ്ടി നിൽക്കാനാണോ? നിങ്ങളാരും ജോലിയൊന്നും വിടണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഫോക്കസ്. നിങ്ങളുടെ ഓട്ടവും അധ്വാനവും ഒക്കെ പ്രയത്നമായി തീരണമെങ്കിൽ, അല്ലെങ്കിൽ അതും കിട്ടത്തില്ല, ഇത് അങ്ങനെ ആക്കി തീർക്കും. കാര്യം നിങ്ങളുടെ മേലുള്ള വിളി അനുസരിച്ച് നിങ്ങൾ ഒട്ടും നിന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭൗമിക വിഷയത്തിലും ഒത്തിരി ഓടുന്നുണ്ട്. അവസാനം അക്കൗണ്ട് നോക്കുമ്പോൾ മൈനസ് അക്കൗണ്ടാണ്. എത്ര ദൈവമക്കളുണ്ടെന്നറിയാം അങ്ങനെ. നിങ്ങളുടെ അധ്വാന ഫലം തിന്നുവാൻ കഴിയാതെ, അതൊന്നും അനുഭവിക്കുവാൻ കഴിയാതെ, അങ്ങനായി തീരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിന് ഫോക്കസ് കൊടുത്ത് നിൽക്കുക. നമ്മുടെ ഓട്ടവും അധ്വാനത്തിൻ്റെ കൂടുതൽ കൊണ്ടൊന്നും അല്ല, ഫലവത്താക്കി തീർക്കുന്നത് ആരാ? കർത്താവാണ്. വഴികൾ തുറക്കുന്നത് കർത്താവാണ്. എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉറവിടം ആരാ? യേശുവാണ്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഫോക്കസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുക, ആത്മീയ മനുഷ്യന് മാത്രമേ ആത്മാവ് പറയുന്ന മനസ്സിലാകത്തുള്ളൂ. ജഡീകൻ അതെന്ത് ചെയ്യുന്നില്ലെന്നല്ല, മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് യെരൂശലേമിലെ ദൈവമക്കളോട് ഒരു വിചാരമൊക്കെ അങ്ങോട്ട് വരും. എനിക്കറിയാമല്ലോ വചനം, എന്നെ ആരും പഠിപ്പിക്കാൻ വരേണ്ടതാണ്. യെരൂശലേമിലെ ദൈവമക്കൾ, ഒന്നാമത് യെരൂശലേമിലെ ദേവാലയം അവിടെ ഉണ്ട്. ഞങ്ങൾ പണ്ട് തൊട്ട് തലമുറകളായിട്ട് ഞങ്ങൾ ദൈവമക്കളാണ്. ഇവിടെ ശാസ്ത്രിമാരും പരീക്ഷന്മാരുടെ കാലം തൊട്ട് ഞങ്ങൾ ന്യായപ്രമാണം എന്ത് ചെയ്യുക? പഠിക്കുക. യെരൂശലേമിലെ സഭയാണ് ഭൗമികമായിട്ടും നന്മ പ്രാപിച്ചിട്ടില്ല, ആത്മീയമായിട്ടും ഒട്ടും വളരാത്തൊരു സഭയാണ്. എബ്രായലേഖനം എഴുതുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ, അത് ആരെഴുതിയാലും അത് അപ്പോസ്തലൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. മക്കദോനിയ സഭ വരെ ജാതികൾ ദൈവസന്നിധിയിൽ അവരുടെ ദാരിദ്ര്യത്തിൽ അവർ ശേഖരിച്ച ശേഖരം പോലും വേണമായിരുന്നു യെരൂശലേമിലെ ദൈവമക്കൾക്ക്
ലജ്ജിക്കപ്പെടാതൊന്ന് ജീവിക്കുവാൻ. ദൈവമാക്കുന്ന ഒരവസ്ഥകളെ ഇവിടെ ഭയങ്കര ആത്മീയരായിട്ടിരിക്കും യെരൂശലേമിലെ സഭ. അവസാനം മൈനസ് അക്കൗണ്ടിലായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ ദാരിദ്ര്യത്തിൽ ആണ് മക്കദോനിയ സഭ സഹായിച്ചത് എന്ന് ബൈബിളിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അവരുടെ മഹാദാരിദ്ര്യത്തിൽ എന്ന് ബൈബിളിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ ബൈബിളിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അത് ശേഖരിച്ചുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊണ്ട് ആരെ സഹായിച്ചത്. എന്നിട്ട് യെരൂശലേമിലെ സഭയോട് അപ്പോസ്തലൻ ആത്മാവിൽ പറയുക, കാലം വെച്ച് നോക്കിയാൽ നിങ്ങൾ ആരായി തീരണം. ഇപ്പോഴും നിങ്ങൾ എന്താണ്? കാരണം എന്നാ? പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചത് അവർ ഏറ്റെടുത്തില്ല. തോന്നും അവർ ചെയ്ത് ആത്മീയരാന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്തു? ഇങ്ങനെ നിന്നും. അതുകൊണ്ടാണ് ഒരിക്കലും ഹൃദയം കല്ലാക്കല്ലേ. പരിശുദ്ധാത്മാവിന് എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ. ഇടയ്ക്ക് എസ്കേലിന് മനസ്സിലായി എൻ്റെ ഹൃദയം എന്തോ ഒരു കല്ലായി പോകുന്നു. താൻ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. വചനം എൻ്റെ ജീവിതത്തിൽ പെനട്രേറ്റ് ചെയ്യുന്നില്ല, വചനം എൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിലോട്ട് കയറുന്നില്ലെങ്കിൽ, അത് ബൗൺസ് ചെയ്ത് പോകുന്നെങ്കിൽ എസ്കേൽ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന, കർത്താവേ ഈ കല്ലായ ഹൃദയം മാറ്റി എന്ത് ചെയ്യണം? ഒരു മാംസലമായ ഹൃദയം എന്നിൽ ദൈവമേ അങ്ങ് തരണം എന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാം. ഈ എബ്രായ ലേഖനത്തിൽ തന്നെ അവരോട് പറഞ്ഞ ഒരു കാര്യം കൂടി, എങ്ങനെയാണ് നമ്മൾ ആത്മാവിലാണ് വളരേണ്ടത്? ഈ ജ്ഞാനത്തിലും വിവേകത്തിലും ഒക്കെ പറഞ്ഞു. പിന്നെ ദൈവത്തിൻ്റെ വചനത്തിലാണ്. 5-ാം അധ്യായം 14-ാമത്തെ വാക്യം കൂടി വായിച്ചു നിർത്താം. ഹീബ്രു 5:14. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തടക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് പറ്റുകയുള്ളൂ. ഈ വിവേചനം എന്താണ് ശരി, എന്താണ് തെറ്റ്, ഒത്തിരി ഉപദേശവും എന്ന് വെച്ചാൽ ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ദുരുപദേശത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഈ അന്ത്യനാളുകൾ. കള്ളപ്രവചനം. എന്തുവാണ് ഇന്നത്തെ പ്രവചനമെല്ലാം? ഇന്ന് എന്തെങ്കിലുമൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ലോകത്തിൻ്റെ വിഷയങ്ങൾ അങ്ങോട്ട് അടിച്ച് കാച്ചി അങ്ങോട്ട് വിടും. പരിശുദ്ധാത്മാവ് അത് പറഞ്ഞിട്ട് പോലുമില്ല. പക്ഷേ ഈ വ്യക്തി അത് എന്ത് ചെയ്തു? വർഷങ്ങളായിട്ട് പ്രവാചകന്മാരിക്കുന്നവർക്ക് അതിൻ്റെ ആ ഡയലോഗും റൂട്ടും അതിൻ്റെ ആ പറയാനുള്ള രീതിയും ആളിനെ കണ്ടെത്തിയതും അങ്ങ് കാച്ചു വിട്ടു. കള്ളപ്രവചനത്തിൻ്റെ ഈ കഴിഞ്ഞ ദിവസവും ചില കാര്യങ്ങൾ അങ്ങനെ കേൾക്കുവാനായി തീർന്നു. കള്ളപ്രവചനത്തിന് പരിശുദ്ധാത്മാവാണ് പറഞ്ഞ അന്ത്യനാളുകൾ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടാക്കൻ, ഫോൾസ് ബൈ, ഇതിൻ്റെ മധ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രവചനം കൊണ്ട് ആ മേൻ പറയാനും എല്ലാ ഉപദേശവും അങ്ങോട്ട് ആ മേൻ പറയാനൊന്നും പരിശുദ്ധാത്മാവ് നമ്മളെ അനുവദിച്ചിട്ടില്ല. നിങ്ങളെ സ്വർഗത്തോളം അടുപ്പിക്കുന്നത്, നിങ്ങളെ സ്വർഗീയരെ പോലെ ആക്കി തീർക്കുന്നത്, നിങ്ങളെ വിശുദ്ധീകരണത്തിലേക്കും ലോകത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തോടടുക്കുക, ലോകത്തിൽ നിന്നകന്ന് സ്വർഗത്തോടടുക്കുന്ന ആലോചനകളും ദൂതും മാത്രമേ പരിശുദ്ധാത്മാവിൻ്റേതുള്ളൂ എന്നെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോൾ ഓരോന്ന് വിവേചിച്ച് മനസ്സിലാകുവാൻ ആത്മീയ മനുഷ്യൻ വളരണം. അതിന് സഭ യെരൂശലേം ഞാൻ പറഞ്ഞില്ലേ, എത്ര ഇവരോട് പൗലോസാ എഴുതിയെന്ന് പറഞ്ഞാൽ ആ ലേഖനം വേണേൽ വായിക്കത്തില്ല. അതുകൊണ്ട് ഈ ഒരു ലേഖനം മാത്രമേ ഉള്ളൂ. അപ്പോസ്തലൻ എഴുതിയിട്ട് എന്ത് പറഞ്ഞില്ല? അവിടെ എഴുതി എബ്രായക്ക് എഴുതിയ ലേഖനം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആ ശൈലി കാണുമ്പോൾ തുടക്കവും അവസാനവും അതിൻ്റെ ഇടയ്ക്ക് എഴുതിയിരിക്കുന്ന കട്ടിയായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം ഇതാരാ എഴുതിയത്. വചനം പഠിക്കുന്ന എല്ലാവർക്കും അറിയാതെ അപ്പോസ്തലൻ എഴുതിയത്. തൻ്റെ പേര് പറഞ്ഞാൽ അവർ വേണേൽ വായിക്കത്തില്ല. കാര്യം താൻ ആദ്യം തൊട്ട് അവരെ ഈ വിഷയത്തിൽ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, ഒന്ന് ജീവിപ്പിക്കുവാൻ ശ്രമിക്കുക. താൻ സന്നദ്ധൻ സംഘത്തിൻ്റെ അംഗമായിരുന്നേ. താൻ ഈ യെരൂശലേം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഈ യെരൂശലേം ഒരു യഹൂദനായിട്ട് നിൽക്കുവാൻ ഇവരെക്കാളൊക്കെ അഭിമാനിച്ചതും ഇവരെക്കാളൊക്കെ യഹൂദ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവനാണ്. തനിക്ക് അറിയത്തുള്ളൂ ഈ പാരമ്പര്യം ഒരു ബന്ധനമാണെന്ന് ശരിക്കറിയാവുന്ന പൗലോസാണ് പറയുന്നത്. യെരൂശലേമിലെ സഭയോട് പറയുന്നത്, നിങ്ങൾ ഭേദാഭേദങ്ങളെ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കണം. ഏതാ ദൈവമക്കളെ കട്ടിയായിട്ടുള്ള ആഹാരം? ഈ കട്ടിയായിട്ടുള്ള ആഹാരം ആ കുഞ്ഞിന് കൊടുത്താൽ എന്ത് സംഭവിക്കും? അമ്മമാരെല്ലാം ഇവിടെ ഇരിപ്പില്ലേ, ദഹനക്കേടുണ്ടാവും, വയറിളകും ഇല്ലേ? അതിനെന്ത് ചെയ്യണം? ഈ കട്ടിയായിട്ടുള്ള ആഹാരം ദൈവം തരുന്നതനുസരിച്ച് വളരണം. എത്ര പറഞ്ഞിട്ടും ഇവർക്ക് കേൾക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവരോടാണ് പറഞ്ഞിരിക്കുന്നത്, യെരൂശലേമിലെ സഭയോട്, നിങ്ങൾ കുഞ്ഞുങ്ങളായിപ്പോഴും കാലം വെച്ച് നോക്കിയാൽ യു ഷുഡ് ബി ബൈബിൾ ടീച്ചേഴ്സ്. എന്നിട്ടാണ് അവരോട് പറയുന്നത് ഭേദാഭേദങ്ങളെ തിരിച്ചറിയണേ, വിവേകവും വിവേചനത്തിലൊക്കെ വളരണമെങ്കിൽ നിങ്ങൾ കട്ടിയായിട്ടുള്ള ആഹാരം കഴിച്ച് ശീലിച്ചവർ, ഇവിടെ ഇരിക്കുന്ന നല്ല ഇറച്ചി മീനും ഒക്കെ കഴിക്കുന്നവർ പിന്നെ പോയി സിർലാക്ക് കഴിക്കുമോ? പക്ഷേ ഇടയ്ക്കൊക്കെ കഴിക്കുന്നുണ്ടല്ലേ? ഈ ലോകത്തിൻ്റെ നന്മയൊക്കെ കേൾക്കാൻ പോകുന്നുണ്ടില്ലേ? യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ. ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ ഫോർവേഡ് ചെയ്തൊക്കെ കേൾക്കുന്നില്ലേ? അതിനാവനൊക്കെ പറയുന്നുണ്ടോ? സിർലാക്ക് കഴിക്കുന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടോ ദൈവമക്കളെ?
ഭൗമിക അനുഗ്രഹം എന്നൊക്കെ നിങ്ങൾ അങ്ങോട്ട് ദേശത്ത് മാനിക്കപ്പെടും അമ്മേ എന്നൊക്കെ പറയുന്നവർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? സിർലാക്ക് കഴിച്ചുകൊണ്ടിരിക്കാതെ പ്രൈസ് ലോർഡ് നിങ്ങളെ ഏൽപ്പിച്ച വേല ചെയ്യാൻ നോക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ ആ സിർലാക്കിനേക്കാളൊക്കെ വലുതാണ്. നിങ്ങൾ ആദ്യം കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യും. കുറുക്ക് കഴിക്കാൻ നിൽക്കല്ലേ. അത് നിങ്ങളുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് ആവശ്യമായിരുന്നു. ദൈവത്തിന് നിങ്ങളോട്, അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? യോഹന്നാൻ സുവിശേഷത്തിൽ ചോദിക്കുന്ന കേട്ടില്ല. വളരെ ക്ഷമയോടുകൂടി കർത്താവ് പലപ്പോഴും നമ്മുടെ വഴികളൊക്കെ അടയ്ക്കും. എന്തിനാണെന്നറിയാം? അപ്പോഴേ ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കത്തുള്ളല്ലോ. പല ആൾക്കാർ കഴിഞ്ഞ ആഴ്ചയൊക്കെ അല്പം ക്ഷീണത്തിലൊക്കെ ഉണ്ടായി. ഞാൻ പറയും ഏറ്റവും നല്ല സമയമാണ്. പനിയും ക്ഷീണവും ഒക്കെ ഉള്ളവർ പ്രൈസ്, ഞാൻ അവരോടൊക്കെ പറയുമായിരുന്നു ഏറ്റവും നല്ല സമയം. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എനിക്ക് ദൈവം ഇടയ്ക്കൊരു പനിയോ ഒരു ബ്രേക്കോ ഒക്കെ തരുവാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. വേറെ ഓടി നടക്കുന്ന ആളാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കട്ടിലിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യും? കർത്താവിനെ നോക്കി സ്തോത്രം ഒത്തിരി കാര്യങ്ങൾ എന്നെ തന്നെ ഒന്ന് സ്വയം ശോധന ചെയ്യുവാനും കർത്താവിനോട് സംസാരിക്കുവാനും ദൈവസന്നിധിയിൽ പുതിയ തീരുമാനം എടുക്കാനൊക്കെ ഉള്ള സമയമായിട്ടാണ് ഞാനത് ഇതുവരെ അനുഭവിച്ചിട്ടുള്ളത്. സ്തോത്രം. എത്ര ദിവസം കർത്താവ് കിടത്തുന്നോ അത്രയും ദിവസം യേശുവുമായിട്ടുള്ള ക്ലോസ് എൻകൗണ്ടർ, അല്ലെങ്കിൽ ഒരു ക്ലോസ് അനുഭവം, ഒരു ക്ലോസ് കോൺവെർസേഷൻ, ഏകാഗ്രതയോടുകൂടി ഞാൻ കഥവൊക്കെ എൻ്റെ കുടുംബത്തിനറിയാം, കഥവൊക്കെ അങ്ങ് അടയ്ക്കുക. എന്നിട്ട് ഞാൻ ഹാലല്ല ശാന്തമായിട്ട് അവർ വിചാരിക്കും പനിയൊക്കെ കൂടി കിടക്കുവാണ്. പനിയൊക്കെ ചിലപ്പം കാണും, പക്ഷേ കഥ അടയ്ക്കുന്ന വേറൊന്നും അല്ല, ഏകാഗ്രത വേണ്ടേ കർത്താവിനോട് സംസാരിക്കുവാൻ. ദൈവം അങ്ങ് തരുന്ന എല്ലാ നല്ല സമയങ്ങൾക്കായി, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തരുന്ന സമയങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കാം. 10ാമത്തെ വാക്യം അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. ഒന്ന് വായിച്ച് നിർത്താം. ഫിലിപ്പിയ ലേഖനം 1:10. നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിന് പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിപര നിറഞ്ഞവരായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പ. ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന that you may approve the things that are excellent. മലയാളത്തിൽ എഴുതിയേക്കുന്ന നിങ്ങൾ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ നിങ്ങൾ ശക്തി പ്രാപിക്കുക. മേളിൽ എഴുതിയിട്ടില്ലേ എന്തൊക്കെ രീതിയിലാണ് വളരേണ്ടത്? മലയാളത്തിൽ അത് ഒന്നിച്ചാണ് 9, 10, 11 വരുന്നത്. അതുകൊണ്ടാണ് പ്രൈസ് ലോർഡ് ഞാൻ ആ കറക്റ്റ് ആ പോയിന്റ് കിട്ടാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്ത് വായിപ്പിച്ചത്. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ സ്നേഹത്തിൽ വളരണം, നിങ്ങൾ വിവേകത്തിലും പരിജ്ഞാനത്തിലും വളരണം. അപ്പോഴാണ് നിങ്ങൾക്ക് എന്തു പറ്റുന്നത്? നിങ്ങൾ പിന്നെ സാധാരണ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറുക്ക് കഴിക്കാൻ പോകത്തില്ല, കണ്ട എല്ലാ പ്രസംഗത്തിനും പ്രവചനത്തിനും ആമേൻ പറയാൻ പോകത്തില്ല. നിങ്ങൾ യു വിൽ ഓൺലി അപ്രൂവ് ദ തിങ്സ് ദാറ്റ് ആർ എക്സലൻ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും ആഴത്തിലുള്ള ആ മർമ്മം, ആ വെളിപ്പാടെ നിങ്ങൾ പിന്നെ എൻജോയ് ചെയ്യത്തുള്ളൂ. ഈ കൊച്ചു പിള്ളേരുടെ ഒന്നും പിന്നെ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? എൻജോയ് ചെയ്യത്തില്ല. പ്രൈസ് ദാറ്റ് യു മേ അപ്രൂവ് വാട്ട് ഈസ് എക്സലൻ്റ്. ഈ മക്കളെ, ഈ ദിവസങ്ങൾ നമ്മൾ ഹല്ലേലൂയ ആത്മീയമായിട്ട് വളരുമ്പോഴാണ് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ ഈ ബേസ് സാധനങ്ങൾക്കൊന്നും ഹല്ലേലൂയ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, കർത്താവ് നിങ്ങളെ മാനിക്കും, ദേശത്ത് നിങ്ങളങ്ങ് ഇതൊന്നും അല്ല എൻ്റെ ജോയ്. ദേശത്തെ എത്ര മാനിക്കപ്പെട്ടാലും, ലോത്തിനെ പോലെ പട്ടണത്തിൽ പ്രധാനിയായാലും, ആ ലോകത്തിൽ സമ്പാദിച്ചത് മുഴുവനും ഇട്ടിട്ട് ഓടാൻ പറഞ്ഞാലും ഹല്ലേലൂയ ഓടാൻ കഴിഞ്ഞില്ല. കാര്യം ഹൃദയം മുഴുവനും എവിടെ ആയിരുന്നു? ഹൃദയം മുഴുവനും അവിടെ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിലായിരുന്നു. അതുകൊണ്ട് നീ എത്ര ദേശത്ത് മാനിക്കുന്നൊന്നും അല്ല ദൈവത്തിൻ്റെ പ്രവചനം. നീ ഇവിടെ ക്രൂശ് എടുത്ത് കർത്താവിനെ പിൻപറ്റിയാൽ, ടേക്ക് അപ്പ് ദ ക്രോസ്, ഡിനൈ യുവർ സെൽഫ്. ദൈനംദിനം നീ ക്രൂശ് എടുത്ത് നിന്നെ തന്നെ ത്യജിച്ച് യേശുവിനെ പിൻപറ്റിയാൽ യേശു നിന്നെ മാനിക്കുന്നൊരു ദിവസമുണ്ട്. ആ സത്യം മനസ്സിലാക്കുവാൻ ന്യായവിധി ദിവസത്തിലാണ് കണക്ക് പറഞ്ഞ് പല വാസസ്ഥലങ്ങളുണ്ട് നിനക്കുള്ള ആ സ്ഥാനം കർത്താവ് തരുവാൻ പോകുന്നത്. അതുകൊണ്ട് അത് പ്രാപിക്കുവാൻ, അതുകൊണ്ടാണ് എൻ്റെ തേജസ്സിൻ്റെ കനം വർദ്ധിക്കുന്നതനുസരിച്ച് ഈ ലോകത്തിലെ കഷ്ടമൊക്കെ എന്തുവാ അപ്പോസ്തലൻ വിചാരിക്കുന്നത്? സാരമില്ല എന്ന് വിചാരിക്കുന്നത്. നമുക്ക് ഈ ദർശനം പ്രാപിച്ചവർക്ക് മാത്രമേ മറ്റുള്ളവരിലേക്ക് ആ ദർശനം പകരുവാൻ കഴിയത്തുള്ളൂ. കുഞ്ഞുങ്ങളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, കൂട്ടു സഹോദരങ്ങളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ദർശനം അത് ആഴത്തിൽ പ്രാപിക്കുവാൻ കർത്താവ് നമ്മളോട് സംവേദനയോടുകൂടി കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല? ഞാൻ പറഞ്ഞില്ലേ ഹല്ലേലൂയ, മനുഷ്യൻ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതും ഈ കൊലോസ്യ ലേഖനത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ വർദ്ധിച്ചു വരാൻ ജ്ഞാനത്തിലും വിവേകത്തിലും ഒക്കെ ഈ ദിവസങ്ങൾ ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിച്ചില്ലേ, ആത്മീയർക്ക് മാത്രമേ ആത്മാവ് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. അല്ലാത്തവരും ഈസ് എ നാച്ചുറൽ മാൻ. സാധാരണ ലോകമനുഷ്യർ ചിന്തിക്കുന്ന പോലെ എൻ്റെ പിള്ളേരുടെ നന്മ, എൻ്റെ സുഖം, എൻ്റെ ഭൂമിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇവിടുത്തെ ധനം,
ഇവിടെ എല്ലാവരും എന്നെ മാനിക്കണം. നാച്ചുറൽ മാൻ, ജാതികൾ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചു പോകും. അതുകൊണ്ട് ആത്മാവിൽ ഈ ദിവസങ്ങൾ എത്രത്തോളം വളർച്ച വരുന്നോ യേശു ചിന്തിക്കുന്ന പോലെ, ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുവാൻ കഴിയത്തുള്ളൂ. കാരണം നിത്യമായിട്ട് ആരുമായിട്ടാണ് വസിക്കേണ്ടത്? ഒത്തിരി ഫാമിലി കൗൺസിലിംഗ് ചെയ്യാൻ കർത്താവ് പലപ്പോഴും കേസസ് തരാറുണ്ട്. ഇവിടെ എല്ലാം പ്രശ്നങ്ങൾ എന്തുവാ? ഭർത്താവ് ചിന്തിക്കുന്ന പോലെ ഭാര്യ ചിന്തിക്കുന്നില്ല, ഭാര്യ ചിന്തിക്കുന്ന പോലെ. പിന്നെ എങ്ങനെ ഇവർക്ക് ഒന്നിച്ച് മുൻപോട്ട് ജീവിക്കാൻ പറ്റും? എല്ലാ ജീവിതത്തിലും തുടക്ക വർഷങ്ങളൊക്കെ അങ്ങനെ ആവുമെങ്കിലും പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, ഒരുപോലെ ചിന്തിക്കുവാനൊന്ന് ശീലിക്കും. യേശുവിൻ്റെ കൂടെ ആ ഒരു എക്സാമ്പിളാണ്, മണവാളൻ മണവാട്ടി ഒരു എക്സാമ്പിളാണ് കർത്താവ് അല്ലെങ്കിൽ ക്രിസ്തുവും സഭയുമായിട്ടൊരു എക്സാമ്പിൾ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, യേശുവിൻ്റെ കൂടെ നിങ്ങൾക്ക് നിത്യമായി വാഴണമെങ്കിൽ, അല്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ യേശുവിൻ്റെ മണവാട്ടിയായി തീരണമെങ്കിൽ യേശു ചിന്തിക്കുന്ന പോലെ നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്യണം? ചിന്തിച്ച് ശീലിക്കണം. ആ ഒരു മനസ്സിനാൽ. ഹല്ലേലൂയ. ഇത് പറയാൻ എളുപ്പമാ, എനിക്കും എളുപ്പമാ, ചിലപ്പം നിങ്ങൾക്കും എളുപ്പമായിരിക്കും. ജീവിക്കണേൽ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി നിൽക്കേണ്ട സമയത്തൊക്കെ നിൽക്കുവാൻ കർത്താവിൻ്റെ മേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ചെറിയ വിലയല്ല കർത്താവ് കൊടുത്തത്, അവസാനത്തെ തുള്ളി രക്തം എന്ന് വെച്ചാൽ ജീവനാണ് കൊടുത്തത്. ജീവൻ കൊടുത്താൽ നമ്മളെ വീണ്ടെടുത്ത് വില വാങ്ങിച്ച്. എന്നിട്ടാണ് നമ്മളോട് പറയുന്നത് ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ആയിത്തീരട്ടെ. ഈ ദിവസങ്ങൾ ആരെയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നു, എവിടൊക്കെ ദൈവം നമ്മളെ അയക്കുന്നു, എവിടൊക്കെ നമ്മളെ ജോലിയിൽ നിർത്തിയിരിക്കുന്നു, ഏതൊക്കെ ദേശത്ത് ദൈവം നമ്മളെ, പല സാഹചര്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ടോ? നമുക്ക് തന്നിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും അത് യേശുവിൻ്റെ നാമ മഹത്വത്തിനായിട്ട്, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാം, തീരുമാനമെടുക്കാം. നിങ്ങളുടെ സമയമാണ്.